ഹലോ ഫ്രണ്ട്സ്, മന്നാസ് ഹെൽത്തി കിച്ചണിലേക്ക് കാനഡ വിശേഷം മന്നാസ് ഹെൽത്തി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കുറേ നാളിന് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പം അതിന് വേണ്ട കുറേ സാധനങ്ങളൊക്കെയാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്, കാണാമല്ലോ. അപ്പം ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് കറ്റാർ വാഴപ്പോള അല്ലെങ്കിൽ എന്താ പറയുന്ന ആലോവേര കറ്റാർ വാഴപ്പോള. അപ്പം ഇതും കൊണ്ടൊരു പരിപാടി ചെയ്യാനാണ് ഇന്നത്തെ ഉദ്ദേശം കേട്ടോ. അപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വലിച്ചു നീട്ടുന്നില്ല. നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ജെല്ലെടുത്തിട്ട് നമ്മൾ ഇച്ചിരി എണ്ണ ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം അതിൻ്റെ പർപ്പസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു അവർ ഇതിൻ്റെ എണ്ണ വെളിച്ചെണ്ണയിൽ ഈ ജെല്ലിട്ട് തിളപ്പിച്ച് അതിൻ്റെ എണ്ണ ഉണ്ടാക്കി തലയിൽ തേച്ചപ്പോൾ അത് നല്ലതാണെന്ന് പറഞ്ഞു. അത് പണ്ട് തൊട്ട് നമുക്കറിയാമല്ലോ, ആലോവേര നല്ലതാണ് മുടിക്കൊക്കെ ആയിട്ട്. പക്ഷേ മുടി വളരുക എന്നുള്ള ഒരു പർപ്പസിലല്ലേ ഇപ്പം ഞാനിത് ചെയ്യാൻ പോകുന്നതാണ്. എനിക്ക് മുടി വളരുവാൻ, നിങ്ങൾക്ക് കണ്ടല്ലോ എൻ്റെ മുടി ഒത്തിരി വലുതൊന്നുമല്ല. പെട്ടെന്ന് വളർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട് ചെയ്യണം. അതുകൊണ്ട് അത് വളരുക എന്നുള്ളതല്ല. അപ്പം ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ജെല്ല് ഇതിനകത്തിലിട്ട് നല്ലതായിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ കാച്ചി വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴും നമുക്ക് ഓഫൊക്കെ ഉള്ളപ്പോൾ തലയിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് നല്ല ഒരു റിലാക്സേഷൻ ആണെന്ന് പലരും യൂസ് ചെയ്തവർ പറഞ്ഞു. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമുക്കറിയാമല്ലോ, നമ്മുടെ സ്കാൽപ്പയിലൊന്ന് മസാജ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു നല്ലൊരു റിലാക്സേഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമുക്ക് നമ്മുടെ ഫാമിലി ആരെങ്കിലും ചെയ്തു തരുമോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുമോ, അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലിക്ക് ആർക്കെങ്കിലും ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് ചെയ്യാം. അപ്പം ഞാനും വിചാരിച്ചു, വല്ലപ്പോഴുമൊക്കെ ഇത് ശരിയാണല്ലോ, വല്ലപ്പോഴുമൊക്കെ നമുക്കൊരു റിലാക്സേഷന്, ഒരു സ്ട്രെസ് റിലീഫ് ഒക്കെ കിട്ടുവാണെങ്കിൽ അത് നല്ലതാണല്ലോ. അപ്പം അങ്ങനെ ഇച്ചിരി ഉണ്ടാക്കി വെച്ചിട്ട് വല്ലപ്പോഴും ഇതുകൊണ്ട് ഒന്ന് ഹെഡ് മസാജ് ചെയ്യാമെന്നുള്ള പർപ്പസിലാണ് ഇപ്പോൾ ഇത് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതാണ്, ആലോവേര. ഇത് വാങ്ങിയതാണ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാണ്. ഇതിൻ്റെ ജെല്ലെടുക്കണം. പിന്നെ ഇതെന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുവാണ് ഇതിന് പറയുന്നത്, പനിക്കുറുക്ക. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ പനിക്കുറുക്കയുടെ ഇല എടുത്തിട്ടുണ്ട്. ഇതും ചതച്ച് പിഴിഞ്ഞ് ഇച്ചിരി നീരെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ, പ്യുവർ വെളിച്ചെണ്ണയാണ്. പിന്നെ അല്പം കരിവേപ്പിലയും കൂടെ ഇതിലിടുവാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്, അതുകൊണ്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കത് ട്രൈ ചെയ്യാം. ആദ്യം ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ ജെല്ലെടുക്കട്ടെ. ഓക്കെ, നമ്മളിങ്ങനെയാണ് ഇതിൻ്റെ ജെല്ലെടുക്കാൻ പോകുന്നത്. ഒരു സ്പൂണും കൊണ്ട് ഇങ്ങനെ പഠിച്ചിങ്ങെടുക്കുവാണ്. ഇത് കുറേ ഉണ്ട് കേട്ടോ, ഇത് ഒത്തിരി വലുതാണ്. ഇത് കുറേ ഉണ്ട്. നമുക്കിതെല്ലാം ഒന്നും വേണ്ട, നമുക്ക് കുറച്ച് മതി. അപ്പം എനിക്കിതിൻ്റെ ഇത്രയും ജെല്ല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒത്തിരി ഉണ്ട്, ഉണ്ടോ, ഒത്തിരി ഉണ്ട്. നമുക്ക് ഇത്രയും മതി ഇപ്പോഴത്തേക്ക്. ബാക്കി ഇത്രയുണ്ട്. ഞാനിതെടുത്ത് ഫ്രീസ് ചെയ്ത് വെക്കാൻ പോവാണ്. ഇതിനെയും നമുക്ക് ഉണ്ടാക്കുമോ? അപ്പം ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, ഉണ്ടാക്കി നോക്കുവാണ്, അതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് വെച്ചിരിക്കാം. പിന്നെ ഇത് നമുക്ക് പല കാര്യത്തിനും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് ഈവൻ സ്മൂത്തി അടിക്കാനും സ്മൂത്തിക്കകത്തിട്ടൊക്കെ കുടിക്കാൻ നല്ലതാണ് അലോവേരയുടെ ജെല്ല്. അപ്പം അത് നമുക്ക് എടുത്തൊക്കെ ഫ്രീസ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഈ കുറച്ച് മതി നമുക്ക്. അപ്പം നമുക്കത് എടുക്കാം. പിന്നെ ഇനി വേണ്ടിയത് നമുക്കത് ഇതൊന്ന് ചതച്ച് പിഴിയണം. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യാം. അപ്പം ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ഉണ്ടാക്കുന്നില്ല, കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ കട്ടിയായിട്ടിരിക്കുവാണ്. തൽക്കാലം നമുക്ക് ഇത്രയും ഉണ്ടാക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ, അപ്പോൾ നമുക്ക് നമ്മുടെ ജെല്ലി ഇടാം. എണ്ണ ചൂടായി. ആദ്യം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇടുന്നത് കേട്ടോ.
അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജെല്ലിയും കൂടെ അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വെള്ളമയം ഉണ്ടായതുകൊണ്ട് പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പം നമുക്കൊന്ന് അടച്ചു വെച്ച് ഇനി ഇത് നല്ലതായിട്ട് ഒന്ന് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ നമുക്കൊരു സ്ലോ ഫയറിൽ കുറച്ച് നേരം വെക്കാം കേട്ടോ. ഇത് നമ്മുടെ പനിക്കുറുക്ക പിഴിഞ്ഞ നീരാണ്. അപ്പോൾ ഇതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതും കൂടി അങ്ങ് ഇടുക. പനിക്കുറുക്കയുടെ ബാക്കിയുള്ളതും കൂടെ എല്ലാം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആവുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്ന്. നല്ലതായിട്ടത് കുറച്ച് നേരം കിടന്ന് വേകണം കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് പയ്യെ വേകട്ടെ. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അതിനിടയിൽ നമ്മുടെ ലഞ്ച് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് കഴിക്കാൻ പോവാണ്. അത് നമ്മൾക്ക് വേകുമ്പോഴത്തേക്ക് നമുക്ക് ലഞ്ച് കഴിക്കാം. അപ്പം ഇന്ന് അവിയലുണ്ട്, ചീരത്തോരനുണ്ട്, ചോറുണ്ട്, മീൻകറിയുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് അതും കൂടെ കഴിക്കാൻ പോവാം. പണി ഒരുമിച്ച് കഴിയുമല്ലോ. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട കരിഞ്ഞ ഒരു ഇച്ചിരി ഇതായി. അപ്പോൾ എണ്ണയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ അരിച്ചിട്ട് നമുക്ക് ബോട്ടിൽ അതിൽ ഒഴിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം ഇങ്ങനെ കേട്ടോ. നമുക്ക് ഇച്ചിരി റിലാക്സേഷൻ കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ആരെങ്കിലും ഇത് വേറെ ഏതെങ്കിലും രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ അതും ഒന്ന് ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ട്, ഇത് വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇടണം കേട്ടോ. അടുത്ത പ്രാവശ്യം എനിക്ക് അങ്ങനെ ചെയ്യാമല്ലോ. ഞാൻ ഓൾറെഡി ആലുവര എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തീരുമ്പോഴത്തേക്ക് അടുത്ത സെക്ഷൻ ഉണ്ടാക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.